രണ്ടാമത് വരുന്നത് ഫെജൻസ് റൂൾ, അതായത് അയണിക് ബോണ്ടിൽ എത്ര കോവാലന്റ് ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂളാണ്. ഓക്കെ. ദെൻ മൂന്നാമത്തേത് VSEPR തിയറിയും നാലാമത്തേത് MOT. അപ്പോ ഈ കാര്യങ്ങൾ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്, അതായത് ഇതിന്റെ ചെറിയ ചെറിയ നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കാം, അതിന്റെ വാല്യൂസ് എങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ള ചെറിയ ചെറിയ ട്രിക്സ് മാത്രമാണ് നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. കംപ്ലീറ്റ് ആയിട്ട് എടുത്തു പോകുമ്പോൾ നമുക്ക് അധികം ടൈം കിട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ. അപ്പൊ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്റർ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ബോണ്ട് പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ. ബോണ്ട് പാരാമീറ്റേഴ്സിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണ്ട് ഓർഡർ. ആ ബോണ്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ബോണ്ട് ലെങ്ത് ആവട്ടെ, പിന്നെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എൻതാൽപ്പി ആവട്ടെ, ഇതെല്ലാം നമുക്ക് കണ്ടെത്താൻ പറ്റും. ഫസ്റ്റ് വണ് ബോണ്ട് ഓർഡർ. ഓക്കെ. ബോണ്ട് ഓർഡർ കണ്ടെത്താന് നമുക്ക് ആ കോമ്പൗണ്ടിലുള്ള ബോണ്ട് ഏതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ബോണ്ട് ഓർഡർ കണ്ടെത്താൻ സുഖമാണ്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു കോമ്പൗണ്ട്. ഓക്കെ. അതിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ബോണ്ട് ഓർഡർ എന്താ വരിക, 1 ആണ്. ഓക്കെ. ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളില് ഡബിൾ ബോണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് എന്താണ്, ബോണ്ട് ഓർഡർ 2 ആണ്. ഓക്കെ. രണ്ടെണ്ണത്തിനിടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ വരുന്ന ബോണ്ട് ഓർഡർ 3 ആണ്. ഓക്കെ. ഇത് ഒരു മെത്തേഡ്, ഇതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ. പിന്നെ ഇവിടുന്ന് ബോണ്ട് ലെങ്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ബോണ്ട് ഓർഡറിന്റെ വാല്യൂസ് പഠിക്കാനുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ. പിന്നീട് വരുന്നത് ഇവിടുന്ന് വരുന്ന റിലേഷന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഒന്ന് ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ആറ്റംസ് തമ്മിലാണോ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു ആറ്റം ഉണ്ട്, രണ്ടാമത്തെ ആറ്റം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ആറ്റംസിന്റെയും ന്യൂക്ലിയസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഏതെന്ന് പറയണത്, ബോണ്ട് ലെങ്ത് എന്ന് പറയണത്. ഓക്കെ. ഇത് ന്യൂക്ലിയസ് തമ്മിൽ കേട്ടോ, അത് ശ്രദ്ധിക്കണേ. രണ്ട് ആറ്റംസിന്റെയും ന്യൂക്ലിയസ് അല്ലെങ്കിൽ സെൻട്രൽ പോർഷൻ മുതൽ മറ്റേതിന്റെ സെന്റർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഏതെന്ന് പറയണത്, ബോണ്ട് ലെങ്ത് എന്ന് പറയണത്. ഓക്കെ. ഇനി ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ഒന്ന് ഓർത്തു വെക്കുക. ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബോണ്ട് ഓർഡറിൽ വാല്യൂസ് പഠിക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ. അപ്പൊ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നിങ്ങൾക്ക് ബോണ്ട് ഓർഡറിന്റെ ആ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണ്ട് ലെങ്ത്തിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ. പിന്നെ വരുന്നത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എൻതാൽപ്പി എന്നൊക്കെ പറയും. ഓക്കെ. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, അതായത് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര എനർജി ആവശ്യമുണ്ട്, അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഡിസോസിയേഷൻ എൻതാൽപ്പി. അതാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. അതായത് ടു ബ്രേക്ക് ബോണ്ട്, എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ദാറ്റ് ബോണ്ട്. ഓക്കെ. ആ ഒരു പെർട്ടിക്കുലർ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എത്ര എനർജി ആവശ്യമുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെയും പറയുന്ന കാര്യം ബോണ്ട് ഓർഡറും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും, ഓക്കെ, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും തമ്മിൽ എങ്ങനെയാ വരുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കേട്ടോ. ഞാൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെറുതാക്കുന്നുണ്ട്. ഓക്കെ. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും തമ്മിൽ എങ്ങനെയാ വരുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് വരുന്നത്. ഓക്കെ. ഇനി ഇവിടെ ഒരു ചെറിയ കാര്യം കൂടി നോട്ട് ചെയ്യുക. സിംഗിൾ ബോണ്ടില് നോക്ക്, സിംഗിൾ ബോണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിംഗിൾ ബോണ്ടിൽ വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, നോക്ക്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഹൈഡ്രജനും ഹൈഡ്രജനും തമ്മിലുള്ള സിംഗിൾ ബോണ്ടാണ്. എമംഗ് സിംഗിൾ ബോണ്ട്സ് ആണ് കേട്ടോ പറയണത്, എമംഗ് സിംഗിൾ ബോണ്ട്സ്. ഓക്കെ. സിംഗിൾ ബോണ്ടിന്റെ ഇടയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഏതാണ്, ഹൈഡ്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ടാണ്. ഓക്കെ. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് ടൈപ്സ് ഓഫ് ബോണ്ട്സ്, അത് നമ്മൾ സിഗ്മ ബോണ്ട്, പൈ ബോണ്ട് എന്ന് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ടൈപ്സ് ഓഫ്
ബോൺസ് ഇവിടെ തന്നെ ബോണ്ട് ഓർഡറുമായിട്ട് സ്റ്റെബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. എക്സ്ട്രാ ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ബോണ്ട് ഓർഡറും സ്റ്റെബിലിറ്റിയും തമ്മിൽ, ഓക്കെ, ആ ഒരു കോമ്പൗണ്ടിന്റെ സ്റ്റെബിലിറ്റിയും തമ്മിൽ എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ബോൺസ്. ടൈപ്സ് ഓഫ് ബോൺസിൽ നമുക്ക് പൈ ബോണ്ടും സിഗ്മ ബോണ്ടും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ രണ്ട് ആറ്റംസ് തമ്മിൽ നമ്മൾ പറഞ്ഞു സിംഗിൾ ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ, ആ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് സിഗ്മ ബോണ്ട്. ഓക്കെ, അതിലൊരു എക്സെപ്ഷൻ വരുന്നുണ്ട്. അതിൽ വരുന്ന എക്സെപ്ഷൻ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഒരാളതിൽ മാത്രം, അതായത് B2 എന്ന് പറഞ്ഞ കോമ്പൗണ്ടില് അല്ലെങ്കിൽ B2 എന്ന് പറഞ്ഞ മോളിക്യൂളില് അവിടെ സംഭവിച്ചിട്ടുള്ളത് ബിയും ബിയും തമ്മിൽ സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ബോണ്ട് എന്താണ്? പൈ ബോണ്ടാണ്. അത് മാത്രം എക്സെപ്ഷൻ. ഓക്കെ, ഇനി നോർമലി എന്താണ് സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ? സിഗ്മ ബോണ്ട് ആണ്. പക്ഷെ എക്സെപ്ഷൻ വരുന്നത് B2 മാത്രം എന്താണ് വരുന്നത്? സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് പൈ ബോണ്ട് ആണ് വരുന്നത്. ഇനി രണ്ടെണ്ണം വരുന്നത്, അതായത് ഡബിൾ ബോണ്ടിന്റെ കേസിൽ, ഓക്കെ, രണ്ട് ആറ്റംസ് തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യൽ എങ്ങനെ? അതിൽ ഒന്ന് പൈ ബോണ്ടും ഒന്ന് എന്ത് ബോണ്ടും ആണ്? സിഗ്മ ബോണ്ടും ആണ്. ഓക്കെ, ഇതാണ് നോർമൽ വരുന്ന കേസ്. അതിലും ഒരു എക്സെപ്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ഓക്കെ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന്റെ കേസിൽ ഇപ്പൊ C2 എന്ന് പറഞ്ഞ് ഫോം ചെയ്യുന്ന കേസിൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഇതും പൈ ബോണ്ടാണ്, ഇവിടെയും പൈ ബോണ്ടാണ്. അപ്പൊ ആ എക്സെപ്ഷൻ അതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വെക്കട്ടാ. ഒറ്റ കേസേ ഉള്ളൂ. ഫസ്റ്റത്തേനും സെക്കൻഡത്തേനും മാത്രം ഓരോ കേസേ പഠിക്കാനുള്ളൂ. മറ്റേത് മൂന്നാമത്തത് ട്രിപ്പിൾ ബോണ്ടിന്റെ കേസിൽ എല്ലാത്തിനും സെയിം ആണ്. അവിടെ എക്സെപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. 3 ബോണ്ടാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏതൊക്കെയാണ് ആ ബോണ്ട്സ് വരുന്നത്? പൈ ബോണ്ട്, 2 പൈ ബോണ്ടും, എങ്ങനെ കാണിക്കും ഞാൻ? ഇപ്പൊ തൽക്കാലം ഇവിടെ മേലെ എഴുതുന്നുണ്ട്. 2 പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും ആണ് ഉള്ളത്. ഓക്കെ, 2 പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടും. മൂന്നെണ്ണത്തെ രണ്ടെണ്ണം പൈ ആയിരിക്കും, ഒന്ന് എന്തായിരിക്കും? സിഗ്മ ബോണ്ടും ആയിരിക്കും. ഇനി ഈ സിഗ്മ ബോണ്ട് ഏത് ഓർബിറ്റൽസ് തമ്മിലാണ് ഫോം ചെയ്യുന്നത്? ഓക്കെ, അതിന്റെ ഫോർമേഷൻ നോക്ക്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഫോർമേഷൻ ഓഫ് സിഗ്മ ആൻഡ് പൈ. ഓക്കെ, അതിന് നമുക്ക് രണ്ടെണ്ണമായിട്ട് കമ്പയർ ചെയ്ത് അങ്ങോട്ട് പഠിക്കാം, സിഗ്മയും പൈയും. ഓക്കെ, രണ്ട് എസ് ഓർബിറ്റൽസ് തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സിഗ്മ ബോണ്ട് ആയിരിക്കും. എസ് ഓർബിറ്റലും പി ഓർബിറ്റലും തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും സിഗ്മ ബോണ്ട് ആയിരിക്കും. ഇത് കംപ്ലീറ്റ്ലി സിഗ്മ ബോണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, പി ഓർബിറ്റലും ഡി ഓർബിറ്റലും തമ്മിലാണെന്നുണ്ടെങ്കിൽ സിഗ്മ ബോണ്ട്. അതുപോലെ ഡി ആൻഡ് ഡി ആണെന്നുണ്ടെങ്കിലും സിഗ്മ ബോണ്ട്. അപ്പൊ പി ആൻഡ് പിക്ക് ഒരു എക്സെപ്ഷൻ ഉണ്ട്. എസ് ആൻഡ് എസ് വന്നു, ഡി ആൻഡ് ഡി വന്നു, ദെൻ പി ആൻഡ് ഡിയും എസ് ആൻഡ് പിയും ഒക്കെ വന്നു. ഇതിൽ പി ആൻഡ് പി എന്നുള്ളതിന് ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. പി ആൻഡ് പിന്റെ കേസിൽ നോക്കിക്കോ, അതിൽ ആക്സിയൽ ആയിട്ടാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സിഗ്മ ബോണ്ട് ആയിരിക്കും. ഓക്കെ, ലാറ്ററൽ ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ലാറ്ററൽ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പെർപെൻഡിക്കുലർ എന്നൊക്കെ പറയാം. അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ ഫോം ചെയ്തിട്ടുള്ളത് പൈ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു ചെറിയ കാര്യം നോട്ട് ചെയ്ത് വെക്കാനുള്ളത്, സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനേക്കാളും സ്ട്രോങ് ആയിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് സ്ട്രോങ്ങർ ദാൻ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾവേസ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. പൈ ബോണ്ടിനേക്കാളും സ്ട്രോങ് ആയിട്ട് വരുന്ന ബോണ്ട് ഏതാണ്? സിഗ്മ ബോണ്ടാണ്. അതൊന്ന് ഓർത്ത് വെക്കുകയും ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമുക്ക് ബോണ്ട് പാരാമീറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? വേഗം പറഞ്ഞേ.
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ബോണ്ട് പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് 3 റൂൾസ് ആണ്, അതായത് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫെജൻസ് റൂള്, രണ്ടാമത്തേത് VSEPR, മൂന്നാമത്തേത് MOT. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഫെജൻസ് റൂൾ എന്താണെന്നുള്ളത് നോക്കാം. അതിനിടയിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങളുടെ നോട്ട്സ് എടുത്തിട്ട് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെച്ചിട്ട് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ എല്ലാം കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നില്ല. ഈ 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. ഫെജൻസ് റൂള് എന്താണ്? ഫെജൻസ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സും കോവാലന്റ്, ഒറ്റ മിനിറ്റ് കേട്ടോ വരെ. ഓക്കെ നോക്ക്, അയോണിക് കോമ്പൗണ്ട്സും കോവാലന്റ് കോമ്പൗണ്ട്സും നമുക്ക് അറിയണം. അപ്പോ അയോണിക് കോമ്പൗണ്ടില് എത്രത്തോളം, അത് നമ്മൾ ക്യാരക്ടർ തല തിരിച്ചും മറിച്ചും ക്യാരക്ടർ കാണിക്കുന്നതൊക്കെ ചെറുതായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ടാവും. ഫെജൻസ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് ടു മെഷർ ദ കോവാലന്റ് ക്യാരക്ടർ ഇൻ ദ അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിൽ എത്രത്തോളം കോവാലന്റ് ക്യാരക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോണ്ടാണ് ഏതെന്ന് പറയുന്നത്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂളാണ് ഫെജൻസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാ? മെഷർ കോവാലന്റ് ക്യാരക്ടർ ഇൻ അയോണിക് കോമ്പൗണ്ട്. അയോണിക് കോമ്പൗണ്ടിൽ എത്രത്തോളം കോവാലന്റ് ക്യാരക്ടർ ഉണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ ഇതിനെ പറ്റി വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്താണ് ഈ അയോണിക് ബോണ്ടിന്റെ പ്രത്യേകത? നമുക്ക് 2 അയോൺസ് ആണ് അവിടെ ഉണ്ടാവുക. കാറ്റയോൺസും ഉണ്ടായിരിക്കും, ആനയോൺസും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ 2 അയോൺസ് തമ്മിൽ എങ്ങനെയാണ് ആ കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ആനയോൺസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആനയോൺസിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇലക്ട്രോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ. ചുറ്റും ഒരേപോലെ ഇങ്ങനെ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോ നോർമൽ കേസിൽ നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോർമൽ കേസില് ആനയോണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കാറുള്ളത് സ്പെരിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ. നോർമലി ആനയോണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്പെരിക്കൽ ഷേപ്പ് ആണ് വരാറ്. പക്ഷേ ഇതിനടുത്തേക്ക് ഒരു കാറ്റയോൺ വന്നു കഴിഞ്ഞാൽ, അത് രണ്ടും കൂടി കൂടുമ്പോഴല്ലേ അയോണിക് കോമ്പൗണ്ട് ആയി മാറുക. ഓക്കെ. അപ്പൊ ഒരു കാറ്റയോൺ വന്നു കഴിഞ്ഞാൽ, ഇതാരാണ്? കാറ്റയോൺ. കാറ്റയോൺ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതിന്റെ ഷേപ്പിൽ ഒരു മാറ്റം വരും. ഇറ്റ് വിൽ ഡീവിയേറ്റ് ഫ്രം ദ ഏത് ഷേപ്പ്? സ്പെരിക്കൽ ഷേപ്പ്. അപ്പോ കാറ്റയോൺ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ഫ്രം സ്പെരിക്കൽ ഷേപ്പ്. ഓക്കെ. അതിന്റെ ആ ഒരു സ്പെരിക്കൽ ഷേപ്പ് നഷ്ടമാവും. എന്തുകൊണ്ട്? ഈ സാധനം പോസിറ്റീവ് അല്ലേ? ഈ പോസിറ്റീവ് ഉള്ള ആള് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഓക്കെ. അതായത് ഈ കാറ്റയോൺ ഇവിടെ എടുത്തെത്തിയെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഈ ആനയോണിന്റെ ഇലക്ട്രോൺസ്, മോസ്റ്റ് ഓഫ് ദി ഇലക്ട്രോൺസ് അതിനടുത്തേക്ക്, അതായത് ആ ഭാഗം വിട്ടിട്ട് എല്ലാരും കൂടി ഒരു സൈഡിലേക്ക് ഇങ്ങനെ എത്തുന്ന പോലെ ആയിത്തീരും. ഓക്കെ. അപ്പൊ അതിന്റെ ആ ഒരു സ്പെരിക്കൽ ഷേപ്പ് വിട്ടിട്ട് അതിനൊരു ഡിസ്റ്റോർട്ടഡ് സ്പെരിക്കൽ ഷേപ്പ് എന്നാ പറയാ. ഓക്കെ. എക്സാക്ട്ലി സ്പെരിക്കൽ അല്ല, അതിനൊരു എന്താണ്? ഒരു മാറ്റം വന്നു. ഡിസ്റ്റോർട്ടഡ് സ്പെരിക്കൽ ഷേപ്പ് ആയി മാറും. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ ഫോം ചെയ്തിട്ടുള്ള ഈ സാധനം എന്തായി മാറി? ഡിസ്റ്റോർട്ടഡ് സ്പെരിക്കൽ ഷേപ്പ് ആയി മാറി.
അപ്പൊ നോക്ക്, ഇവിടെ ഡിസ്റ്റോർട്ടഡ് സ്പെരിക്കൽ ഷേപ്പ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാല് ആ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഷെയർ ചെയ്തിട്ടില്ല, എന്നാ അതിനുള്ള ആ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പൊ കോവാലന്റ് ക്യാരക്ടർ നൈസായിട്ട് അവിടെ കയറി വരികയല്ലേ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അയോണിക് ബോണ്ടിൽ എന്തുകൊണ്ട് കോവാലന്റ് ക്യാരക്ടർ വരുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, ഡിസ്റ്റോർട്ടഡ് സ്പെരിക്കൽ ഷേപ്പ്. ഇനി ഇവിടെ ആനയോണിന് നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിന് നമ്മൾ പറയുന്ന പേരാണ് പോളറൈസേഷൻ. ആനയോണിന് നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പോളറൈസേഷൻ. ഓക്കെ, കാറ്റയോണിന് പോളറൈസേഷൻ നടത്താൻ അപ്പൊ ഒരു പവർ ഉണ്ടല്ലോ, ആ പവറിനെ നമ്മൾ എന്ത് എന്ന് പറയും? പോളറൈസേഷൻ പവർ എന്നും പറയും. ഓക്കെ, പോളറൈസേഷൻ പവർ. ആനയോണിന്റെ കേസിൽ ആ നടന്ന പ്രോസസ്സിനെ, അതിന് നടന്നിട്ടുള്ള ഒരു സംഭവത്തിന് പോളറൈസേഷൻ എന്നും, കാറ്റയോണിന്റെ കേസിൽ അവിടെ അത് നടത്താനുള്ള ആ ഒരു പവറിനെ എന്തെന്നും പറയും? പോളറൈസേഷൻ പവർ എന്നും പറയും. അപ്പൊ നോക്ക്, കാറ്റയോണിന്റെ കേസിലായാലും ആനയോണിന്റെ കേസിലായാലും ഓർത്തു വെക്കുന്ന മറ്റൊരു കാര്യം, നോക്ക്, കാറ്റയോണിന്റെ കേസിൽ പോളറൈസേഷൻ പവറിനെ ഞാൻ പി പി എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ, പി പി. ഓക്കെ, പോളറൈസേഷൻ പവർ കൂടിയാൽ കോവാലന്റ് ക്യാരക്ടർ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, അതിനെ ഞാൻ സി സി എന്നും ഡിനോട്ട് ചെയ്യണ്ടേ, മുഴുവനായിട്ട് എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ പോളറൈസേഷൻ പവർ കൂടിയാൽ എന്ത് കൂടും? കോവാലന്റ് ക്യാരക്ടറും കൂടും. ഓക്കെ, അത് ഓർത്തു വെക്കുക. അതുപോലെ ആനയോണിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും സെയിം പ്രോസസ് തന്നെ, സെയിം സംഭവം തന്നെ. പോളറൈസേഷനെ ഞാൻ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോളറൈസേഷൻ കൂടി ആനയോണിന് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അതിന്റെ കോവാലന്റ് ക്യാരക്ടർ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി എങ്ങനെയാണ് ഈ പോളറൈസേഷൻ പവർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ആ ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കാറ്റയോണിന്റെ പോളറൈസേഷൻ പവർ അല്ലേ നോക്കാനുള്ളത്, അതൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ കാറ്റയോണിന്റെ കേസിൽ പോളറൈസേഷൻ പവറുമായി റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് എന്തൊക്കെയാണ്, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പോളറൈസേഷൻ പവർ ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കോ. പോളറൈസേഷൻ പവറിൽ 3 കാര്യങ്ങളാണ് ഡിപ്പെൻഡൻസി വരുന്നത്. ഓക്കെ, അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്ന് എന്നുള്ളത് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ്. ഇത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഏതാണ്? സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ടോ എന്ന് നോക്കുക. എന്താണ് ഈ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാല് അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അത് എത്ര വരുന്നതെന്ന് അറിയോ? നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നോബിൾ കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോബിൾ ഗ്യാസിന്റെ കേസിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമലി അതെങ്ങനെയാവും വരുന്നത് എന്നറിയോ? ഹീലിയം വിട്, ഹീലിയം കഴിഞ്ഞിട്ട് താഴേക്കുള്ളവര് നിയോണ്, ആർഗണ്, ക്രിപ്റ്റോൺ ഒക്കെ വരുന്നില്ലേ, അവരുടെ കേസിൽ ജനറൽ റെപ്രസെന്റേഷൻ വരുന്നത് NS2NP6 എന്നാണ് കേട്ടോ. NS2NP6 എന്നാണ് വരുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നിയോണിൻ്റെത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2s2 2p6 ആയിരിക്കും. ഓക്കെ, 1s2 ഒക്കെ അവിടെ ഉണ്ടാവും, ഞാൻ ലാസ്റ്റിക്കുള്ള പറയണത്. അതേപോലെ ആർഗന്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3s2 3p6 ആയിരിക്കും. അടുത്തത് നോക്കുകയാണെങ്കിൽ 4s2 4p6 ആയിരിക്കും. അതെല്ലാ നോബിൾ ഗ്യാസിനും ആ ഒരു കണ്ടിന്യൂഷൻ ആണ് വരിക. സോ നമ്മൾ ജനറലി എന്തെന്ന് ഡിനോട്ട് ചെയ്യും? NS2NP6. അതില് നമുക്കറിയാം ഹീലിയത്തിന്റെ കേസിൽ എന്തേ വരുള്ളൂ? 1s2 എന്നുള്ള കേസ് മാത്രമേ വരുള്ളൂ. അവിടെ 1ൽ എന്തില്ല? പി ഓർബിറ്റൽ ഇല്ലല്ലോ, പിന്നെ ഹീലിയത്തിന് 2 ഇലക്ട്രോണും ആണുള്ളത്. അപ്പോ അതൊരു എക്സെപ്ഷണൽ കേസാണ്. ബാക്കി വരുന്നത് NS2NP6 എന്നുള്ള ഓർഡറിലാണ്. അപ്പൊ എന്താണ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ നോക്കിക്കോ. നമുക്ക് വേണ്ടത് അതാണല്ലോ. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്താണെന്നുള്ളത്. സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ
സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഓക്കെ, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, NS2 NP6 ND10. ഓക്കെ, NS2 NP6 ND10 ഇങ്ങനെ വരുന്നതാണ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഇത് വരുന്നത് ഇപ്പോ എക്സാമ്പിൾ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ എടുത്തു കഴിഞ്ഞാല് കോപ്പറിന് ഒരു ഇലക്ട്രോൺ പോയാൽ Cu+ന്റെ കേസിൽ നോക്ക്, ലാസ്റ്റിൽ വരിക 3s2 3p6. അപ്പൊ ഫോറസിൽ ഉണ്ടാവും, ഫോറസിൽ 1 എന്ന് കൊടുക്കാറുണ്ട് അല്ലെ. കോപ്പറിന് ഫോറസിൽ 1 ഉണ്ടാവും, അത് പോയി കഴിഞ്ഞാൽ പിന്നെ ആരാളുള്ളത്? 3s2 3p6 3d10. ഓക്കെ, അപ്പോ ഇതുപോലെ ഓർഡറിൽ വരിക. ഇനി മറ്റൊരു എക്സാമ്പിള്, കോപ്പറിന് നേരെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ Ag+. സിൽവറിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് അതെന്താ? 4s2 4p6 4d10 ഇങ്ങനെയാണ് വരിക. അവിടെയും എന്തുണ്ടാവും? 5s ഇലക്ട്രോൺ ഉണ്ടാവും, അത് പോയി. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, അപ്പൊ അതുപോലെയുള്ള കുറച്ച് എലമെന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. AU+, AU+ന് 5s2 5p6 5d10 എന്നാണ് വരിക. പിന്നെ വരുന്നത് Zn2+, ഇത് പഠിച്ചു വെക്കട്ടാ. Zn2+, അതേപോലെ വരുന്നതാണ് CD2+, നെക്സ്റ്റ് Hg2+. ഓക്കെ, ഇനി നമുക്ക് ആറ്റമിക് നമ്പർ അറിയാലോ, അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്ത് നോക്കുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. ഫൈനലി NS2 NP6 ND10 എന്നുള്ള ഫോർമാറ്റിലാണ് അവസാനിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്? സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ഇവിടുന്ന് കിട്ടുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ഇവിടുന്ന് കിട്ടുന്ന ഒരു റിലേഷൻ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഓക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനാണ് പോളറൈസേഷൻ പവർ കൂടുതൽ. ഓക്കെ, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനാണ് പോളറൈസേഷൻ പവർ കൂടുതൽ. നമുക്ക് എക്സാമ്പിൾ ചെയ്യാം, ഞാൻ പറഞ്ഞു തരണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോ അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തിലേക്ക് നോക്കിയാൽ മതി? അടുത്ത രണ്ടെണ്ണത്തിലേക്ക് നോക്കിയാൽ മതി. ഇനി രണ്ടാമത്തത് വരുന്നത് സൈസ് ആണ്. ഓക്കെ, രണ്ടാമത് വരുന്നത് എന്താണ്? സൈസ് ആണ്. കാറ്റയോൺസിന്റെ കേസില് സൈസ് കുറഞ്ഞാലാണ് എന്ത് കൂടുക? പോളറൈസേഷൻ പവർ കൂടുക. ഓക്കെ, അപ്പൊ സൈസും ഇതും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരുന്നത്? സൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ പോളറൈസേഷൻ പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ആണ്. പോളറൈസേഷൻ പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ്. കാറ്റയോണിന്റെ കേസാണ് ഇപ്പൊ പറയുന്നത്, ആനയോണിന്റെ വേറെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ സൈസ് കൂടുന്നതും കുറയുന്നതും നമുക്ക് അറിയാലോ അലോങ് ദ പീരീഡ്. നമ്മൾ ആറ്റമിക് റേഡിയസിന്റെ കേസിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അലോങ് ദ പീരീഡും ഡൗൺ ടു ദ ഗ്രൂപ്പും നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. എന്താ സംഭവിക്കുക? ഡൗൺ ടു ദ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ പറയണോ? ഡൗൺ ടു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ആറ്റമിക് റേഡിയസ് കൂടുകയാണോ കുറയുകയാണോ? കൂടും അല്ലെ. അപ്പൊ ഡൗൺ ടു ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അലോങ് ദി പീരീഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ 3 ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മീൻസ് പോളറൈസേഷൻ പവർ കണ്ടെത്താൻ പറ്റും. പോളറൈസേഷൻ പവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോവാലന്റ് ക്യാരക്ടറും കൂടുതലായിരിക്കും. നെക്സ്റ്റ് വരുന്നത്, മൂന്നാമത് വരുന്നത് അതിന്റെ ചാർജ് ആണ്. ഓക്കെ, എപ്പോഴും ആദ്യം നോക്കേണ്ടത് ആരെ? സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ള ആളാണോ നോക്കുക. ഓക്കെ, ആദ്യം നോക്കേണ്ടത് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെ നിങ്ങൾക്ക് സൈസും ചാർജും ഒന്നും തമ്മിൽ കമ്പയർ ചെയ്ത് അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോ 3 കമ്പയർ ചെയ്യാൻ വന്നിട്ട് അതിൽ 2 സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ട്, പിന്നെ നമുക്ക് ചാർജോ അല്ലെങ്കിൽ സൈസോ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുക. ഇനി ചാർജിന്റെ കേസിൽ ചാർജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, പോളറൈസേഷൻ പവർ
എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ചാർജ് കൂടുന്തോറും എന്ത് കൂടും? പോളറൈസേഷൻ പവറും കൂടും. ഇത് ഓർത്തു വെക്കുക. ആരുടെ കേസിലപ്പോ പറഞ്ഞിട്ടുള്ളത്? കാറ്റയോണിന്റെ കേസിലുള്ള പോളറൈസേഷൻ പവർ ആണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആനയോണിന്റെ കേസിലുള്ളതും നോക്കാം. ആനയോണിന്റെ കേസില് പോളറൈസേഷൻ പവറിന്റെ കമ്പാരിസണിൽ രണ്ടാളുകളാ വരുന്നത്. ഒന്ന് സൈസും രണ്ടാമത്തേത് ചാർജും. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാറ്റയോണിന്റെ കേസ് ക്ലിയർ ആണോ? ഒന്ന് വേഗം റെസ്പോണ്ട് ചെയ്തേ. എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആനിയോണിന്റെ കേസില് പോളറൈസേഷൻ പവർ. ഓക്കെ, ആനിയോണിന്റെ കേസിൽ നമുക്ക് രണ്ട് കമ്പാരിസണേ വരുന്നുള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞു സൈസ്, ഒന്നാമത്തേത് സൈസ്. സൈസിന്റെ കേസിൽ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ വരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞത് എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. പോളറൈസേഷൻ പവറും സൈസും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. സൈസ് കൂടിക്കഴിഞ്ഞാൽ പോളറൈസേഷൻ പവർ കൂടും. സൈസ് എങ്ങനെ കൂടുക കുറയുക എന്നുള്ളത് നേരത്തെ എഴുതിയിട്ടുണ്ട്. ഡൗൺ ടു ദ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അലോങ് ദ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓരോ പീരീഡും ഓരോ ആളുകളും ഒക്കെ കറക്റ്റിന് ഓർമ്മ വേണം കേട്ടോ. നല്ലോണം പഠിച്ചു വെക്കണം. പീരിയോഡിക് ടേബിൾ, പ്രത്യേകിച്ച് കെമിസ്ട്രിന്റെ കേസിൽ പീരിയോഡിക് ടേബിൾ ഇല്ലാതെ ഒന്നും നടക്കൂല. ഓക്കെ, അപ്പൊ അത് നല്ലോണം പഠിച്ചു വെക്കുക. ഇനി ചാർജ്, രണ്ടാമത്തേത് ചാർജ്. ചാർജിന്റെ കേസില് പോളറൈസേഷൻ പവറും ചാർജും തമ്മിൽ എങ്ങനെയാ? ആനയോണിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, പോളറൈസേഷൻ പവർ കൂട്ടണം എന്നുണ്ടെങ്കിൽ ചാർജ് കൂടുതലുള്ളവരാവണം. ഇനി നമുക്ക് ഇതിന്റെ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഇത്ര തന്നെയല്ലേ വരുന്നുള്ളൂ. പിന്നെ വരുന്ന ഒരു സംഭവം എന്ന് പറയണത് പോളറൈസേഷൻ പവറും കോവാലന്റ് ക്യാരക്ടറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ പറഞ്ഞു അല്ലെ? പോളറൈസേഷൻ പവറും കോവാലന്റ് ക്യാരക്ടറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി കോവാലന്റ് ക്യാരക്ടറും മെൽറ്റിംഗ് പോയിന്റും തമ്മിൽ, കോവാലന്റ് ക്യാരക്ടറും ഇത് മെൽറ്റിംഗ് പോയിന്റ് കേട്ടാ, മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നിങ്ങളോട് അഥവാ 2-3 എലമെന്റ് തന്നു കണ്ട് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡറിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ കോവാലന്റ് ക്യാരക്ടർ നോക്കിയാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെൽറ്റിംഗ് പോയിന്റ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓർഡറിൽ എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് കോവാലന്റ് ക്യാരക്ടറും സോലിബിലിറ്റി ഇൻ വാട്ടർ. വെള്ളത്തിൽ എത്രത്തോളം സോലിബിൾ ആണ് എന്നുള്ളത് നോക്കാൻ പറഞ്ഞാൽ സോലിബിലിറ്റി ഇൻ വാട്ടർ. ഓക്കെ, ഇതും തമ്മിലും വരുന്നത് എങ്ങനെയാ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ കോവാലന്റ് ക്യാരക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ സോലിബിലിറ്റി ഇൻ വാട്ടറിന്റെ ഓർഡർ ഏതിനാണ് കൂടുതൽ എന്നുള്ളത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മെയിൻലി നോക്കുന്നത് എങ്ങനെ കോവാലന്റ് ക്യാരക്ടറിനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് കുറച്ചൊരു 2-3 എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു മിനിറ്റ്, ഒരുപാടായോ എന്ന് നോക്കട്ടെ. ഓക്കെ, നോക്ക് എക്സാമ്പിൾസിന്റെ കേസില് ഓക്കെ, ഫസ്റ്റത്തെ എക്സാമ്പിൾ ആയിട്ട് തരുന്നത് NaCl, പിന്നെ KCl, LiCl. ഓക്കെ, NaCl, KCl, LiCl. ആനയോൺസും കാറ്റയോൺസും അറിയാലോ. ആനയോൺസ് എന്ന് പറയുന്നത് Cl- ആണ് എല്ലാത്തിലും വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി. ആനയോൺ എന്ന് പറയുന്നത് Cl- ആണ് വരുന്നത്. കാറ്റയോൺ നോക്കുമ്പോഴോ Na+, K+, Li+. അപ്പൊ നമ്മൾ കാറ്റയോണിനെയാണ് ഇവിടെ കമ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം ആനയോണ് സെയിം ആണ്. അപ്പൊ ഏതൊക്കെയാ വരുന്നത്? Na+, K+, Li+. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞു സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരുമോ എന്നുള്ളതാണ്.
ഇതിനൊന്നിനും സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ വരില്ല. ഞാൻ പഠിച്ചു വെക്കാൻ പറഞ്ഞ ആ എലമെന്റ്സിനെ നല്ലോണം ഓർത്ത് വെച്ചാൽ മതി. അതാണ് നിങ്ങൾക്ക് മെയിൻലി ക്വസ്റ്റ്യനിൽ വരുന്ന 6 എലമെന്റ്സ് നമ്മൾ പറഞ്ഞല്ലോ. Cu മീൻസ് 6 അയോൺസ് നമ്മൾ പറഞ്ഞല്ലോ. Cu പ്ലസ് Ag പ്ലസ് Au പ്ലസ്. ഓക്കെ, കോപ്പർ, സിൽവർ, ഗോൾഡ് അത് നമ്മൾ പറഞ്ഞു. പിന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി, Zn2 പ്ലസ്, Cd2 പ്ലസ്, Hg2 പ്ലസ്. ഓക്കെ, ആ 6 ഓർത്ത് വെക്കുക. അപ്പൊ ഇതില് അതൊന്നും വരുന്നില്ല, അതുകൊണ്ട് നമുക്ക് PNGC നോക്കേണ്ട ആവശ്യമില്ല, സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് സൈസ് ആണ്. ചാർജ് സെയിം ആണ്, അപ്പൊ പിന്നെ അതും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നോക്കാനുള്ളത് സൈസ് ആണ്. സൈസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ കറക്റ്റ് ഇങ്ങോട്ട് ഓർഡറിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആരാ വരിക? നമ്മളുടെ ആ ഒരു ഓർഡറിൽ നമ്മൾ ഗ്രൂപ്പ് വൈസിലല്ലേ ഇത് എടുക്കുന്നത്. ലിഥിയം, തൊട്ട് താഴെ സോഡിയം, ദെൻ വരുന്നത് പൊട്ടാസ്യം, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ താഴേക്ക് പോകും തോറും ഡൗൺ ടു ദ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ സൈസ് കൂടുകയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസ്. ഓക്കെ, സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സൈസ് ഇൻക്രീസ് ചെയ്താൽ കാറ്റയോണും സൈസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, കാറ്റയോണും സൈസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഞാൻ ഇവിടെ സൈസിന്റെ ഓർഡറിൽ ആദ്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ Liക്ക് ആവും ഏറ്റവും കുറവ്, ദെൻ Na-ക്ക്, ദെൻ K-ക്ക്. ഓക്കെ, അപ്പൊ കോവാലൻ ക്യാരക്ടർ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എങ്ങനെ? ആദ്യം സോഡിയത്തിന് മീൻസ് പൊട്ടാസ്യത്തിന് കുറവ്, പിന്നെ സോഡിയത്തിന് ഏറ്റവും കൂടുതലുള്ളത് ആർക്ക്? Liക്ക്. ഇതാവും കോവാലൻ ക്യാരക്ടറിന്റെ ഓർഡർ. അത് നിങ്ങൾ ആ എലമെന്റോട് ഔട്ടാ. ഇതിങ്ങനെ ഞാൻ പൈലുള്ള അയോണിന്റെ കേസ് മാത്രം കണ്ട് എടുത്ത് എഴുതിയിട്ടുള്ളൂ. NaCl, അതായത് ഏറ്റവും കുറവ് KCl, പിന്നെ NaCl, പിന്നെ LiCl, അങ്ങനെയാണ് അതിന്റെ ഓർഡർ വരിക. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. കോവാലൻ ക്യാരക്ടർ അറിഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് കാണാം. വീണ്ടും തല തിരിഞ്ഞാൽ മതി. എന്ത് ചെയ്യാ? Li, മെൽറ്റിംഗ് പോയിന്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? Li, Na, then K. പിന്നെ സോലിബിലിറ്റി കാണാനാണെന്നുണ്ടെങ്കിലും മെൽറ്റിംഗ് പോയിന്റിന്റെ അതേ ഓർഡറിൽ ഇങ്ങോട്ട് കൊടുത്താൽ മതി, Li, Na, K. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ കമ്പാരിസൺ വരുന്നത്. ഇനി രണ്ടാമതൊരു എക്സാമ്പിളും കൂടി നോക്കാം. നോക്കിക്കോളൂ, സെക്കൻഡ് എക്സാമ്പിൾ. ഇപ്പൊ നമ്മള് ആനയോണ് കോമൺ ആക്കി അല്ലെ. ഇനി കാറ്റയോണ് കോമൺ ആക്കിയിട്ട് എടുക്കാം. NaCl, NaI, NaBr. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോ നമുക്ക് കാറ്റയോണ് കോമൺ ആണ്. Na പ്ലസ്, Na പ്ലസ്, Na പ്ലസ്, അത് കോമൺ ആണ്. നമുക്ക് നോക്കാനുള്ളത് അപ്പൊ ആരെ വെച്ചിട്ടാണ്? ആനയോണിനെ വെച്ചിട്ടാണെന്ന് മനസ്സിലായി. ആനയോണിൽ നോക്കുന്ന സമയത്ത് Cl മൈനസ്, I മൈനസ്, Br മൈനസ്, ഇതാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോ ഈ എലമെന്റ്സിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മളുടെ ആ ലിസ്റ്റിൽ പെടുന്നില്ല, PNGC ലിസ്റ്റിൽ പെടുന്നില്ല. PNGCയിൽ കോപ്പർ, ഗോൾഡ്, സിൽവർ, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, Cu പ്ലസ്, Ag പ്ലസ്, Au പ്ലസ്, Zn2 പ്ലസ്, Cd2 പ്ലസ്, Hg2 പ്ലസ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഈ 3 വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഒന്നിക്ക് ചാർജ് നോക്കുമ്പോൾ സെയിം ആണ്, അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റൂല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ ആരാ? നമ്മളുടെ ഏത്? സൈസ്. അപ്പൊ സൈസ് നോക്കുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് ആരാ? ക്ലോറിന്. പിന്നെ നോക്ക്, ക്ലോറിന്, ബ്രോമിന്, അയഡിന്, ഇതാണ് ഓർഡർ. അപ്പൊ താഴേക്ക് വരുന്തോറും സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡൗൺ ടു ദ ഗ്രൂപ്പ് സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സൈസിന്റെ ഓർഡറിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറവ് ക്ലോറിന്, പിന്നെ ബ്രോമിന്, പിന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് അയഡിന്, ഇങ്ങനെയാണ് വരിക. കോവാലൻ ക്യാരക്ടർ എഴുതുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. അയഡിന് ഏറ്റവും കുറവ്, ഓക്കെ, അതിനേക്കാളും കൂടുതൽ ബ്രോമിന്, ഏറ്റവും കൂടുതൽ ക്ലോറിന്. ഇനി മെൽറ്റിംഗ് പോയിന്റ് എഴുതുമ്പോൾ കോവാലൻ ക്യാരക്ടറിന്റെ ഓപ്പോസിറ്റിന് പിടിക്കുക. സോ കോവാലൻ ക്യാരക്ടർ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, ക്ലോറിന്, ദെൻ ബ്രോമിന്, ദെൻ അയഡിന്. ഓക്കെ, അതുപോലെ സോലിബിലിറ്റി ഇൻ വാട്ടർ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ കോവാലൻ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് Cl, Br, അയഡിന്. ഓക്കെ, അത് നിങ്ങൾ ആ കോമ്പൗണ്ടോട് കേൾക്കാരം അവർ ഓപ്ഷനിൽ തരുമ്പോ അതോട് കേൾക്കാരം നമ്മൾ കമ്പയർ ചെയ്തത് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് ഓർഡറിൽ ആക്കി എഴുതിയെന്ന് മാത്രം. ഇനി
മറ്റൊരു എക്സാമ്പിൾ ഇതാ, നമുക്ക് PNGC വരുന്ന കേസ് ഒന്ന് നോക്കണ്ടേ. NaCl, CuCl കണ്ടോ? അപ്പൊ Cu വന്നു. Cuന്റെ ഇവിടുത്തെ ചാർജ് എന്താ വരിക? Cl രണ്ടിലും കോമൺ ആണ്. ഇവിടെ Na പ്ലസും Cu പ്ലസും ആണുള്ളത്. Cu പ്ലസ് വന്ന അപ്പൊ തന്നെ ഓർക്കുക ആരാണ്? സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഇടുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. നമ്മള് കോവാലന്റ് ക്യാരക്ടറിന്റെ ഓർഡർ എഴുതുമ്പോൾ Cu പ്ലസിനാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ഇരിക്കാരം Na പ്ലസ് വരിക. ഓക്കെ, ബാക്കിയുള്ള ഓർഡർ ഒക്കെ നമുക്ക് അത് തല തിരിച്ചു മറിച്ചു എഴുതാൻ അറിയാം. ഓൾറെഡി 5 അല്ല മീൻസ് 4 നമ്മൾ ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ നോക്കുക കേട്ടോ. ഇനി അടുത്തത് ചാർജ് വെച്ചിട്ട് ഒരു കമ്പാരിസണും കൂടി വേണ്ടേ? സോല്യൂബിൾ ആയിട്ടുള്ളത് ഏതാണെന്നുള്ള ക്വസ്റ്റ്യന് അതിന് വന്നിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, FeOH ത്രൈസും FeOH ട്വൈസും. ഓക്കെ, അപ്പൊ ഇവിടെ OH മൈനസ് അവിടെ നിന്നോട്ടെ. എഫിന്റെ ചാർജ് ഇവിടെ എന്താണ്? ത്രൈസ് എന്ന് പറയുമ്പോൾ 3+ ആണ്. ഇവിടെ എഫിന്റെ ചാർജ് എന്താണ്? 2+ ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് ചാർജ് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. രണ്ടിലും സെയിം ആണ് വന്നത്, പക്ഷെ OHനും മൈനസ് ആണ് വരിക. അതവിടെ നിന്നോട്ടെ. എഫിന്റെ ചാർജിലാണ് ഇവിടെ വ്യത്യാസം. അപ്പോ ഇവിടെ കാറ്റയോൺ ആണല്ലോ. ഏതായാലും ചാർജിന്റെ കേസിൽ എങ്ങനെ? ചാർജും കോവാലന്റ് ക്യാരക്ടറും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ചാർജ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്തതിനാ? Fe3+നാണ്. അപ്പൊ അതിനായിരിക്കും കോവാലന്റ് ക്യാരക്ടറും കൂടുതൽ. അപ്പൊ ചാർജിന്റെ അതേ ഓർഡറിൽ കോവാലന്റ് ക്യാരക്ടർ വരും. Fe3+ കൂടുതൽ, Fe2+ കുറവ്. ഇത് ചോദിച്ചിട്ടുള്ളത് സോലിബിലിറ്റി ഇൻ വാട്ടറിനെ റിലേ ചെയ്തിട്ടാണ്. അപ്പൊ സോലിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ കോവാലന്റ് ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ്. Fe2+ ആണ് കൂടുതൽ, Fe3+ കുറവും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടാ. ഈ കമ്പാരിസൺ ക്ലിയർ ആയോ? ഫെജൻസ് റൂൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ നമ്മൾ ആനയോൺസിന്റെയും കാറ്റയോൺസിന്റെയും കോവാലന്റ് ക്യാരക്ടർ എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നത് ക്ലിയർ ആണോ? ഒന്ന് വേഗം പറഞ്ഞ്. ഓക്കെ, CC മീൻസ് കോവാലന്റ് ക്യാരക്ടർ. അത് ഞാൻ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. സ്റ്റാർട്ടിങ്ങിൽ എഴുതിയിട്ടുണ്ട് കോവാലന്റ് ക്യാരക്ടർ. ഞാൻ പിന്നെ ഇങ്ങനെ എഴുതണ്ടേ? ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കോവാലന്റ് ക്യാരക്ടർ, പോളറൈസേഷൻ പവർ എന്ന് മുഴുവൻ എഴുതണ്ടേ വിചാരിച്ചുകൊണ്ട് അതിനൊക്കെ ഷോർട്ട് ഫോം കൊടുത്തതാണ്. PNGC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന്. അത് ഇവിടെ മുന്നേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ഞാൻ അത് ബ്രാക്കറ്റിൽ ഇട്ടതാ. പോളറൈസേഷന് പോളറൈസേഷൻ പവറിന് PP ഇത് അവിടെ ഉണ്ട്. കോവാലന്റ് ക്യാരക്ടറിന് CC അതൊക്കെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട് എഴുതി എടുക്കുന്ന സമയത്ത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫെജൻസ് റൂൾ ക്ലിയർ. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഞാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഒന്നും ക്വസ്റ്റ്യൻസ് വല്ലാതെ തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കവർ ചെയ്യാണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് കവർ ചെയ്തെടുക്കാം. അതിനാദ്യം നമുക്ക് ഈ 2 സാധനങ്ങളും കൂടി കംപ്ലീറ്റ് ആവുമോ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് VSEPR തിയറി. VSEPR തിയറി. ഓക്കെ, VSEPR തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഫുള്ള് വരുന്നത്? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്നാണ് കേട്ടോ. ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നല്ലോണം ശ്രദ്ധിച്ചിരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം ഓർത്ത് വെക്കേണ്ടത് ഇതിന്റെ പോസ്റ്റുലേറ്റ്സ് ആണ്.
ESCPR തിയറിയിൽ ഫസ്റ്റ് വരുന്നത് ഇതിന്റെ പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, 3 പോസ്റ്റുലേറ്റ്സ് ആണ് അവിടെ പറയുന്നത്. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തേത് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം in a molecule are 2 types. 2 ടൈപ്പ് ഉണ്ട്. വാലൻസ് ഇലക്ട്രോൺസ് ഏതൊക്കെ ടൈപ്പ്? നമ്മൾ പെയർ ആയിട്ട് പറയുമ്പോൾ ഒന്ന് ബോണ്ട് പെയർ. ബോണ്ട് പെയറിനെ നമ്മൾ എന്തെന്ന് ഡിനോട്ട് ചെയ്യും? BP എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തേത് ലോൺ പെയറും. ലോൺ പെയറിനെ നമ്മൾ LP എന്നും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് ഇലക്ട്രോൺ പെയർ, അത് ലോൺ പെയർ ആവട്ടെ ബോണ്ട് പെയർ ആവട്ടെ, ഇനി ബോണ്ട് പെയറും തമ്മിലാവട്ടെ, അല്ലെങ്കിൽ ലോൺ പെയറും തമ്മിലാവട്ടെ, ഇലക്ട്രോൺസ് ആണല്ലോ. നെഗറ്റീവും തമ്മിൽ എടുത്ത് വന്നാൽ എന്ത് ചെയ്യും? അവര് പരസ്പരം റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഈച്ച് ഇലക്ട്രോൺ പെയർ റിപ്പൽ ഈച്ച് അതർ. അപ്പൊ അതിൽ ഏതിനാണ് കൂടുതൽ റിപ്പൽഷൻ നടക്കുക? അതൊന്ന് ഓർത്തു വെക്കുക. ലോൺ പെയർ വന്നു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ. ഓക്കെ, കുറഞ്ഞ റിപ്പൽഷൻ നടക്കുന്നത് ബോണ്ട് പെയർ വരുമ്പോഴാണ് കുറഞ്ഞ റിപ്പൽഷൻ. ഓക്കെ, അപ്പൊ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആരുണ്ടാവും? ഒരു ലോൺ പെയറും ഒരു ബോണ്ട് പെയറും വരുമ്പോ. ഓക്കെ, അത് ആ ഒരു ഓർഡർ ഓർത്ത് വെക്കട്ടെ. ഏറ്റവും കൂടുതൽ ലോൺ പെയർ, കുറവ് വരുന്നത് ബോണ്ട് പെയർ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾ. നമുക്ക് ഇവിടെ അതാണല്ലോ സംഭവം, സ്ട്രക്ചറും ഹൈബ്രിഡൈസേഷനും കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ടാസ്ക്. ഓക്കെ, അപ്പൊ സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾ ഈസ് ഡിറ്റർമൈൻഡ് by resultant repulsive force of these electron pairs. ഈ ഇലക്ട്രോൺ പെയേഴ്സ് തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചാണ് അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നത്. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതൊരു തവണ വന്നിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക. ഇനി നോക്ക്, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 4 അല്ല 1 2 3 4 5 കോളം വേണ്ടി വരും. ഓക്കെ, ഒരു 5 കോളായിട്ട് വരക്കുക. അതിൽ ഫസ്റ്റത്തതില് നമ്മൾ സമ്മാണ് എടുക്കാൻ പോകുന്നത്. സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ട് പെയറും സിഗ്മ ബോണ്ട് പെയേഴ്സും തമ്മിലുള്ള സം കേട്ടാ. ഓക്കെ, രണ്ടാമത്തെ കോളത്തില് സിഗ്മ ബോണ്ട് പെയർ, മൂന്നാമത്തെ കോളത്തില് ലോൺ പെയർ, ദെൻ വരുന്നത് ഹൈബ്രിഡൈസേഷന്. ലാസ്റ്റില് വരുന്നത് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇങ്ങനെ 5 കോളാണ് നമുക്ക് ആവശ്യം. അതിൽ ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് നമ്മൾ എന്തെടുക്കുന്നത്? 2. ഓക്കെ, 2 എടുക്കുന്നു. 2 എടുക്കുമ്പോ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, സിഗ്മ ബോണ്ട് പെയർ എന്ന് പറയുന്നത് 2-നേക്കാളും ചെറുതാവൂല. 2-ലെത്തി അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 2 സിഗ്മ ബോണ്ട് പെയർ വരുമ്പോ ഒരു ലോൺ പെയർ വരാം, മീൻസ് 0 ലോൺ പെയർ, എന്നാലല്ലേ 2 എന്ന് പറയുന്നത് സമ്മ് കിട്ടുള്ളൂ. ഇനി ഇതിലാറെ കുറയൂല. സിഗ്മ ബോണ്ട് പെയറിന്റെ അവസാനം എന്ന് പറയുന്നത് 2 ആണ്. ബോണ്ട് പെയറിന്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് വരുന്നത്. ഇനി ഇവിടെ 1 എന്ന് ഇട്ടെടുത്താണ്, ഇവിടെ 1 എന്ന് ഇടാൻ പാടില്ല കേട്ടോ. ആ ഓപ്ഷൻ ഇല്ല, അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്, ഹൈബ്രിഡൈസേഷൻ മനസ്സിലാക്കാൻ നമുക്ക് ഈസിയാണ്. നമ്മളുടെ ആ ഒരു ഓർബിറ്റലിന്റെ എണ്ണം ഓർത്താൽ മതി. എസിൽ 1 ഉണ്ടാവുള്ളൂ. പിയിലാണെന്നുണ്ടെങ്കിൽ 6 ഇലക്ട്രോൺ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ 3 ഓർബിറ്റൽസ് വരും, പി. ഓക്കെ, ഡിയിലാണെന്നുണ്ടെങ്കിൽ 10 ഇലക്ട്രോൺസ് ആണ്, അവിടെ നമുക്ക് 1 2 3 4 5 ഓർബിറ്റൽസ് വരും. ഇനി നോക്ക്,
സമ്മ് നോക്കിക്കാണ്ട് എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കുക. സമ്മ് നോക്കുമ്പോ 2 എന്നല്ലേ, അപ്പൊ 2 എന്ന് വരുമ്പോ ദാ 1 ഇത് 2 ഇത്, ഒരു എസും ഒരു പിയും ചേർന്നു. അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് SP ഉണ്ടോ, SP ഹൈബ്രിഡൈസേഷൻ. സ്ട്രക്ചർ വരുന്നത് ലീനിയർ, സ്ട്രക്ചർ വരുന്നത് ലീനിയർ. ഓക്കെ, ഇനി 3 വരുന്ന കേസ് നോക്കാം. അത് അവിടെ തീർന്നു. അടുത്തത് 3 വരുന്ന കേസാണ്. അപ്പൊ 3 എടുക്കുന്ന സമയത്ത് നമുക്ക് 3 ബോണ്ട് പെയർ 0 ലോൺ പെയർ എടുക്കാം. പിന്നെ അതിൽ കുറയാം, 2ലേക്ക് എത്തിക്കൂടെ, 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും എടുക്കാം. എന്നാലും ടോട്ടലി 3 എന്നല്ലേ വരുന്നത്. അപ്പൊ ആ 2 കേസ് വരുന്നുണ്ട്. ഇതില് സമ്മ് 3 ആണ്. സമ്മ് 3 എന്ന് പറയുമ്പോ 1 2 3, അപ്പോ ഒരു എസും 2 പിയും വന്നു. ഹൈബ്രിഡൈസേഷൻ ഏതാ, SP2 ആണ്. ഓക്കെ, രണ്ടിനും ഹൈബ്രിഡൈസേഷൻ SP2. സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഇത് വരുന്നത് 3 വരുമ്പോ ട്രയഗണൽ പ്ലാനാർ, ട്രയഗണൽ പ്ലാനാർ. ഓക്കെ, ഇനി 2 വരുന്ന സമയത്ത് 2 ഇവിടെ നോക്ക്, ഇത് വെച്ച് കാണ്ട് നോക്കുക കേട്ടാ. സ്ട്രക്ചർ പറയുമ്പോ ഇത് വെച്ച് കാണ്ട് പറയാം. 3 വരുമ്പോ ട്രയഗണൽ പ്ലാനാറ്, 2 വരുമ്പോ അത് ബെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കും, വി ഷേപ്പിൽ. ബെൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വി ഷേപ്പ് എന്ന് പറയാം. ചിലപ്പോ ആംഗുലാർ എന്നും പറയാറുണ്ട്. ഓക്കെ, എന്തൊന്നും പറയാറുണ്ട്, ആംഗുലാർ. കാരണം ഒരു ആംഗിളിന്റെ ഷേപ്പ് എന്നുള്ള രൂപത്തിൽ ആംഗുലാർ എന്നും പറയാറുണ്ട്. അതൊന്നും ഓർത്ത് വെക്കുക, അല്ലാതെ യൂസ് ചെയ്യാറില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് 3 വരുന്നത്, സമ്മ് 3 വരുന്ന കേസിൽ വരുന്നത്. ഇനി നമുക്ക് ചെറുതാക്കല്ലേ, സമ്മ് 4 വരുന്ന കേസാണ്. സമ്മ് 4 വരുന്ന കേസിൽ 4 0 പോസിബിൾ ആണ്, 3 1 എടുത്തൂടെ, 2 2 ഇനി കുറയൂല. ഓക്കെ, സിഗ്മ BP എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിൽ 2ലാണ് നിൽക്കുക. ഇനി ഹൈബ്രിഡൈസേഷൻ 4 ആണ്. 4 ആവുമ്പോ നോക്ക്, 1 2 3 4, ഒരു എസും 3 പിയും ആവശ്യം വന്നു അല്ലെ. അപ്പൊ SP3, 3ന്റെയും കേസിൽ ഹൈബ്രിഡൈസേഷൻ SP3. ഹൈബ്രിഡൈസേഷൻ നമ്മൾ നോക്കുന്നത് സമ്മ് വെച്ചിട്ട്. ഓക്കെ, സ്ട്രക്ചർ നമ്മൾ നോക്കുന്നത് ഈ ബോണ്ട് പെയർ ലോൺ പെയർ വെച്ചിട്ടുമാണ്. ഓക്കെ, അപ്പൊ നോക്ക് 4 വരുന്ന കേസിൽ 4 വരുമ്പോ അതിന് ടെട്രാഹെഡ്രൽ, 4 വരുമ്പോ ടെട്രാഹെഡ്രൽ. ഓക്കെ, ഇനി 3 ആയി കഴിഞ്ഞാല്, ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് ഇതെന്താണ്, ഒരു മിനിറ്റ് കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് ഇതെന്താണ്, ഒരു മിനിറ്റ്, 4 ആവുമ്പോ നമ്മള് ടെട്രാഹെഡ്രൽ, അതല്ലല്ലോ. ഓക്കെ ഓക്കെ, 3 ആവുമ്പോ ട്രയഗണൽ പിരമിഡൽ, ട്രയഗണൽ പിരമിഡൽ. ട്രയഗണൽ പിരമിഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, അതിന്റെ മുകളിൽ ഒരു പിരമിഡ് ഷേപ്പ് പോലെ വരിക. ഓക്കെ, ട്രയഗണൽ പിരമിഡൽ. ദെൻ 2 വരുന്ന കേസിൽ നമ്മളുടെ നേരത്തെ ഉള്ള അതേപോലെ തന്നെ ബെൻഡ് അല്ലെങ്കിൽ വി ഷേപ്പ്, അതും അല്ലാന്നുണ്ടെങ്കിൽ ആംഗുലാർ. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഞാൻ ഈ നോട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ PDF അവർ അയച്ചു തരാറില്ലേ? ആ അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ പറ്റാറുണ്ടോ? ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടാവാറുണ്ടോ? പറ്റും. ഓക്കെ, ഇനി അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മൈക്രോസോഫ്റ്റ് നോട്ട് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കേട്ടാ. അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ എന്തായാലും നിങ്ങൾക്ക് പറ്റും. അല്ലാതെയും ചിലതിലൊക്കെ ഓപ്പൺ ആക്കാൻ പറ്റാറുണ്ട്. മൈക്രോസോഫ്റ്റ് ആപ്സ് ഏതെങ്കിലും ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി 4 കഴിഞ്ഞു, 5-മത്തത് 4 വരെയല്ലേ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് 5 വരുന്ന കേസിൽ, 5 വരുന്ന കേസിൽ 5 0 വരാം, 4 1 വരാം, 3 2 വരാം, ലാസ്റ്റ് 2 3 വരാം. 2-ലെത്തിയ അവിടെ നിന്നിട്ടാ. ഓക്കെ, ഇനി ഇതില് നമുക്ക് 5 എന്നാണല്ലോ, 5 എന്ന് പറയുമ്പോ ഒരു എസ്, പിന്നെ 3 പി, പിന്നെ ഒരു ഡിയും വേണ്ടി വരും. അപ്പൊ SP3D, 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 ഇവിടെയും SP3D, here also SP3D. ഇനി നമുക്ക് അതിന്റെ ഷേപ്പ് നോക്കണം.
ഓക്കെ, ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മള് ട്രയഗണൽ ബൈ പിരമിഡൽ. ഓക്കെ, എന്താണ് 3+2 എന്നല്ലേ വന്നിക്കണേ? അപ്പൊ 3 ട്രയഗണല് 5 എന്നുള്ളത് കേട്ടാ. 5 എന്നുള്ളതില് 3 ട്രയാങ്കിളും പിന്നെ ബാക്കി 2 വരണേ ഒന്ന് മേലക്കും താഴേക്കും ആയിട്ട് എന്ത് വരിക? ബൈ പിരമിഡൽ ഷേപ്പിൽ വരിക. അപ്പൊ ട്രയഗണൽ ബൈ പിരമിഡൽ, ട്രയഗണൽ ബൈ പിരമിഡൽ. ഓക്കെ, ഇനി 4 എന്ന് പറയണത് സീസോ ഷേപ്പ്. അത് നമുക്കറിയാം, ഇങ്ങനെ വരിക. ഇങ്ങനെ വരുന്നതാണ് എന്തെന്ന് പറയണത്? 4 വരുന്ന കേസിൽ. അപ്പൊ സീസോ ഷേപ്പ്. ഓക്കെ, നെക്സ്റ്റ് 3 വരുമ്പോ ടി ഷേപ്പ്. ഒന്നിവിടെ ഒന്നിവിടെ ഒന്നിവിടെ, ടി ഷേപ്പ്. 2 വരുമ്പോ ലീനിയർ. 2 വന്നപ്പോ ലീനിയർ. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ പറ്റൂ കേട്ടാ. സ്ട്രക്ചറും കാര്യങ്ങളും ഹൈബ്രിഡൈസേഷൻ നമുക്ക് ഇത് വെച്ചുകൊണ്ട് ടോട്ടൽ വെച്ചുകൊണ്ട് പറയാൻ പറ്റും. സ്ട്രക്ചർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇനി 6 വരുന്ന കേസാണ്. 6 വരുന്ന കേസില് 6-0 പോസിബിൾ ആണ്, 5-4 പോസിബിൾ ആണ്, 4 അല്ല സോറി എന്താ എഴുതിയിരിക്കണേ, 5-1 പോസിബിൾ ആണ്, 4-2 പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത്രേ വരുള്ളൂ. ഇനി ഇതിനപ്പുറത്തേക്കില്ല. ഇതിനപ്പുറത്തേക്ക് വന്നാൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പോ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയണത് എന്ത് വരും? 6 ആവുമ്പോ sp3d2 അല്ലെ? ഒന്നും കൂടി ആഡ് ആയി ആയിക്ക് sp3d2, ഇവിടെയും sp3d2. ഓക്കെ, ഇനി ഇതിന്റെ ഷേപ്പ് വരുന്നത് ഒക്ടാഹെഡ്രൽ. ഒക്ടാഹെഡ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മേലെയും താഴെയും പിരമിഡ് ഷേപ്പ്. സ്ക്വയർ ബൈ പിരമിഡ് ആണ് ഏതെന്ന് പറയണത്? ഒക്ടാഹെഡ്രൽ എന്ന് പറയണത് കേട്ടാ. സ്ക്വയർ ബൈ പിരമിഡ്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അതിൽ ഒന്ന് ഒഴിവാക്കിയാൽ എന്തായി? ഒരു പിരമിഡ് ഒഴിവാക്കിയാൽ എന്തെന്നാവും? അത് സ്ക്വയർ പിരമിഡൽ എന്നാവൂലെ? അതാണ് അടുത്ത ഷേപ്പ് വരിക, സ്ക്വയർ പിരമിഡൽ. ഓക്കെ, ഇനി ആ പിരമിഡ് ഒരു പിരമിഡ് അല്ലേ ഉള്ളത്, അതും ഒഴിവാക്കിയ പിന്നെ പ്ലെയിൻ ആവൂലെ? അപ്പൊ സ്ക്വയർ പ്ലാനാർ. ഓക്കെ, സ്ക്വയർ പ്ലാനാർ. ഈ ബോക്സ് പഠിച്ചു വെക്കൽ നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ഹൈബ്രിഡൈസേഷനും എന്തും വരുന്നത്? ഷേപ്പും വരുന്നത്, മീൻസ് സ്ട്രക്ചറും വരുന്നത്. ഇനി നമുക്ക് അതില് കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ട, കുറച്ച് കാര്യങ്ങളാണ് പറയണത്. നമുക്ക് എങ്ങനെ ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള ആ ഒരു റിലേഷൻ വെച്ച് കണ്ട്, അതായത് സിഗ്മ ബി പി സിഗ്മ മീൻസ് എൽ പി ഒക്കെ അറിഞ്ഞാലല്ലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതാ ഇങ്ങനെ കണ്ടെത്താന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അതിനു മുന്നേ നോക്കെ, ഒരു മോളിക്യൂളിന് മെയിൻലി 2 ടൈപ്പ് ആറ്റംസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഓർത്തു വെച്ചോ, ഒരു മോളിക്യൂളിന് 2 ടൈപ്പ് ആറ്റംസ് ആണ് നമുക്ക് പറയാനുണ്ടാവുക. 2 ടൈപ്പ് ആറ്റംസ്. ഓക്കെ, അതില് ഒന്നാമത്തെ ടൈപ്പ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലൂസ് ആണ് ഈ തരുന്നത് കേട്ടോ. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റം. അതാണ് നമ്മളുടെ താരം, സെൻട്രൽ ആറ്റം. അപ്പൊ ഒന്നിന് ചുറ്റും കുറെ ആൾക്കാർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുക, അങ്ങനെയല്ലേ തരിക? CH4 SF6 ഇതൊക്കെ എന്താണ്? ഒന്നിന് ചുറ്റും ഒരുപാട് പേര് റൗണ്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. ആ ഒന്നാണ് സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സറൗണ്ടിങ് ആറ്റംസ്, അതിന് ചുറ്റും നിൽക്കുന്നവർ. ഇങ്ങനെ 2 ടൈപ്പാണ്, 2 ടൈപ്പ് ആയിട്ടാണ് ആറ്റംസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതില് സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ഓക്കെ, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം, വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് സെൻട്രൽ ആറ്റം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാം, ആർഗൺ ഒക്കെ തന്നു കഴിഞ്ഞാൽ എല്ലാതും ഇങ്ങനെ ചെയ്തു നോക്കുക. ആ കേസ് വേണ്ട. ഓക്കെ, അങ്ങനെ നോക്കണ്ട. ക്സിനോൺ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് ലാസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് ചെയ്ത് നോക്കുക. ആ പരിപാടി വേണ്ട. ഓർത്തു വെക്കുക, നിങ്ങൾക്ക് വരുന്നത് സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും ഉള്ള എലമെന്റ്സ് കൂടാതെ ഒരു 2 ആളുകളും. നോക്കിക്കോ, ലിഥിയം, ബെറിലിയം, ബോറോൺ,
ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് ലാസ്റ്റ് വൺ നിയോൺ. ഓക്കെ, ഇനി ഇതില് ഇത് സെക്കൻഡ് പീരീഡ് അല്ലെ. തേർഡ് പീരീഡ് നേരെ ഇതിന് താഴെ കറക്റ്റ് താഴെ കൊടുക്കുക. സോഡിയം, മെഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിന്, ആർഗൺ. ഇത് കൂടാതെ നോബിൾ ഗ്യാസിലുള്ള മറ്റ് രണ്ടാളെയും കൂടിയും നമ്മൾ എഴുതുന്നുണ്ട്. ഒന്ന് ക്രിപ്റ്റോണും ഒന്ന് സെനോണും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ കറക്റ്റ് എണ്ണ ഇട്ട് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8. ഈ എണ്ണമാണ് അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണോ സെൻട്രൽ ആറ്റം, ഇപ്പൊ സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്, വാലൻസ് ഇലക്ട്രോൺ 6. സെൻട്രൽ ആറ്റം സിലിക്കൺ ആണെന്നുണ്ടെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ 4 എന്നുള്ളത് കറക്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, സെക്കൻഡ് പീരീഡും തേർഡ് പീരീഡും എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അത് വെച്ചുകൊണ്ട് ഒരുപാട് കമ്പാരിസൺസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഐ മീൻ ഓൾറെഡി നമ്മൾ എക്സെപ്ഷണൽ കേസുകൾ കുറെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഓർഡറിൽ അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കേസ് വരുന്നത്, വാലൻസ് ഇലക്ട്രോൺസ് കാണാന്നുള്ളത്. ആദ്യം സെൻട്രൽ ആറ്റം ഐഡന്റിഫൈ ചെയ്യുക, സറൗണ്ടിങ് ആറ്റംസും ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തത് വാലൻസ് ഇലക്ട്രോൺസ്, സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് കാണാം. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ ബി പിയും അതുപോലെ തന്നെ എൽ പിയും കാണണം അല്ലെ. ആ എണ്ണം അറിഞ്ഞാലല്ലേ ഇപ്പൊ നമുക്ക് സ്ട്രക്ചർ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ സിഗ്മ ബി പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസിന് ഈക്വൽ ആണ്. എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്. ഓക്കെ, നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസിന് ഈക്വൽ ആണ്. ഇതിനെ ഞാൻ എസ് എന്ന് ഡിനോട്ട് ചെയ്യും കേട്ടാ. ഇനി കാരണം നമുക്ക് ഇങ്ങനെ ഓരോന്നും എഴുതുമ്പോൾ സറൗണ്ടിങ് ആറ്റംസ് ഇത്ര എന്ന് ഡിനോട്ട് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാൻ സിംപ്ലി അതിന് എന്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്? എസ് എന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തേത് എൽ പി. എൽ പി കാണുന്ന കേസില് നോക്കിക്കോ, വാലൻസ് ഇലക്ട്രോൺസ് ഇൻ സെൻട്രൽ ആറ്റം. ഓക്കെ, ഇതിനെ ഞാൻ ഇനി ഇക്വേഷൻ ഞാൻ എഴുതുന്ന സമയത്ത് ഇതിനെ ഞാൻ വി എന്ന് കൊടുക്കുള്ളൂ. ഓക്കെ, മൈനസ് നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്, നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്. അതിനെ നമ്മൾ ഓൾറെഡി ഡിനോട്ട് ചെയ്യേണ്ട ലെറ്റർ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പൊ വി മൈനസ് എസ് ഡിവൈഡഡ് ബൈ 2, വി മൈനസ് എസ് ഡിവൈഡഡ് ബൈ 2. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തുണ്ട്? ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. അത് ആരുടെ കേസിലാണെന്ന് അറിയോ? സറൗണ്ടിങ് ആറ്റം എങ്ങാനും ഓക്സിജൻ വന്ന, സെൻട്രൽ ആറ്റം അല്ല, ആര്? സറൗണ്ടിങ് ആറ്റം ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ, സറൗണ്ടിങ് ആറ്റം ഈസ് ഓക്സിജൻ. സെൻട്രൽ ആറ്റം ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സറൗണ്ടിങ് ആറ്റം എങ്ങാനും ഓക്സിജൻ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ബി പി കാണുന്ന പ്രശ്നത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല, അത് തന്നെ. പക്ഷെ എൽ പിക്ക് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. എൽ പി എന്ന് പറയണത് വി മൈനസ് 2s ഡിവൈഡഡ് ബൈ 2 ആണ്. വി മൈനസ്, നമ്മൾ വി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, എസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്. അപ്പൊ അവിടെ വരുന്നത് വി മൈനസ് 2s ബൈ 2. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടാ. അത് എക്സെപ്ഷണൽ കേസ് ആണ് പറയുന്നത്. ഓക്സിജൻ ആണ് സറൗണ്ടിങ് ആറ്റം എന്നുണ്ടെങ്കിൽ വരുന്ന കേസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടെണ്ണം വെച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു പോവാം. നോക്ക്, ഞാൻ ആദ്യം 2 ആളുകളെയാണ് ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത്. ആരൊക്കെ എടുക്കും? ഒന്നും ഓക്സിജൻ ഇല്ലാത്തതും ഒന്നും ഓക്സിജൻ ഉള്ളതും എടുക്കാം. അപ്പോ ഒരു CH4ഉം നോക്കിക്കോ, CH4ഉം ഓക്സിജൻ ഉള്ളത് XeO3 ഇതും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് ഞാൻ എല്ലാത്തിനും കോമൺ ആയിട്ട് ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സെൻട്രൽ ആറ്റം ഏതാണ്. ഓക്കെ, ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ഏതാണ് സെൻട്രൽ ആറ്റം. രണ്ടാമത് അറിഞ്ഞിരിക്കേണ്ടത് നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസ്, അതായത് എസ്.
ഓക്കെ, ആ എസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എന്തു അറിഞ്ഞിരിക്കണം? വി, വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്, സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്, അതും അറിഞ്ഞിരിക്കണം. അത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിഗ്മ ബി പി കാണാൻ പറ്റും. സിഗ്മ ബി പി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ തന്നെ എൽ പി കാണാൻ പറ്റും. ഓക്കെ, എൽ പി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമ്മ് ചെയ്യാൻ പറ്റും, രണ്ടും കൂടി കൂട്ടുക. സമ്മ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് പറയാൻ പറ്റും? ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റും. ഹൈബ്രിഡൈസേഷൻ നമുക്ക് പറയാൻ പറ്റും. ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിഗ്മ ബി പിയും എൽ പിയും വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ സ്ട്രക്ചറും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇപ്പൊ യു ഒക്കെ ഒന്ന് മിസ്സാക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്ട്രക്ചറും നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നോക്കാം എന്താണ് സെൻട്രൽ ആറ്റം വരുന്നത്. ഓക്കെ, CH4ന്റെ കേസിൽ കാർബൺ ഒറ്റൊന്നുള്ളതാണ് സെൻട്രൽ ആറ്റം. അപ്പൊ കാർബൺ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സിനോൺ വരും, XC. ഓക്കെ, ഇപ്പൊ സെൻട്രൽ ആറ്റം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി ആ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോൺസ് നോക്കണം. അപ്പോ കാർബൺ എന്ന് പറയുന്നത് ഏതാണ്? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ അല്ലെ? നാലാമത്തതാണ്. അപ്പൊ വാലൻസ് ഇലക്ട്രോൺസ് കിട്ടി 4. ഓക്കെ, സിനോൺ എന്ന് പറയുന്നത് ഏതാണ്? ലാസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാ. അതിൽ എത്ര വരും വാലൻസ് ഇലക്ട്രോൺസ്? 8. ഓക്കെ, അപ്പൊ അതും സെറ്റായി. ഇനി സറൗണ്ടിങ് ആറ്റംസ് എത്ര എണ്ണം ഉണ്ട് നോക്കണം. ഇവിടെ സറൗണ്ടിങ് ആറ്റംസ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എത്ര എണ്ണം ഉള്ളത്? 4 എണ്ണം ഉണ്ട്. ഓക്കെ, ഇവിടെ സറൗണ്ടിങ് ആറ്റം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി സിഗ്മ ബി പി കാണുന്നതിലും വ്യത്യാസമില്ല. എന്താണ്? ബി പി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസിന് ഈക്വൽ ആണ്. നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ബി പി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റംസിന് ഈക്വൽ ആണ്. ഇപ്പൊ എസിന് ഈക്വൽ. എസിന്റെ വാല്യൂ എന്താ? 4 ആണ് വന്നത്. അപ്പൊ ഇവിടെയും 4. ഇവിടെ എസിന്റെ വാല്യൂ 3 ആണ് വന്നത്. അപ്പൊ ഇവിടെയും 3. അതും കിട്ടി. എൽ പി നോക്കുന്ന സമയത്ത് വാലൻസ് ഇലക്ട്രോൺസ് ഇതാ ഇക്വേഷൻ എന്താണ്? ഓക്സിജൻ അല്ലാത്ത സമയത്ത് V - S/2 V4 നോക്കിക്കോ 4 മൈനസ് എസ് എന്ന് പറയുന്നതും 4/2. അപ്പൊ 4 - 4 പറഞ്ഞാൽ 0 വരും. 0/2 എന്ന് പറഞ്ഞാൽ 0 തന്നെ. ഓക്കെ, ഇവിടെ അതേപോലെ V - S/2. V എന്ന് പറയുന്നത് 8 മൈനസ് എസ് എന്ന് പറയുന്നത് 3/2. 8 - 3 എന്ന് പറഞ്ഞാൽ 4 വരും. 4/2 എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പൊ എൽ പി നമുക്ക് കിട്ടി. ഇനി നമുക്ക് സമ്മ് കാണണം. സമ്മ് എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ ബി പി പ്ലസ് എൽ പി ആണ്. അപ്പൊ നമ്മൾ ഇതാ കൊടുക്കുന്നത് 4 + 0 എന്തെന്ന് വരും? സമ്മ് 4. ദെൻ ഇവിടെ വരുമ്പോ സിഗ്മ ബി പി പ്ലസ് എൽ പി എന്ന് പറയുമ്പോൾ 3 + 2. ഓക്കെ, അപ്പൊ എന്തെന്ന് വരും? 3 + 2 എന്ന് വരും. 3 + 2 എന്ന് വരുമ്പോ ടോട്ടലി 5. ഓക്കെ, ഇനി ഹൈബ്രിഡൈസേഷൻ കണ്ടെത്താം. സമ്മ് പറഞ്ഞു കഴിഞ്ഞാ എസ് പിന്നെ 3p അപ്പൊ 4 എണ്ണം ആയില്ലേ? അപ്പൊ sp3. ഓക്കെ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ എസ് 3pയും 1 ഡിയും വരണം. അപ്പോ sp3d. അയ്യോ, ഓക്സിജൻ വന്ന കേസാണല്ലോ അല്ലേ ഇത്. ഏതിൽ വ്യത്യാസമുണ്ട്? എൽ പിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്സിജൻ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാ കമ്പയർ ചെയ്തെടുത്ത്. സറൗണ്ടിങ് ആറ്റം ഓക്സിജന്. അപ്പൊ V - 2s/2 ചെയ്യണം. V എന്ന് പറയണത് 8 മൈനസ് 2s എന്ന് പറയുമ്പോൾ 2 × 3 /2. അപ്പൊ 8 - 6 എന്ന് വരും. 8 - 6 എന്ന് പറയുമ്പോൾ 2/2 വരും. 2/2 എന്ന് പറയുമ്പോ 1. ഓ മാറി നോക്ക്. 3 + 4 1 അതായത് 4 വരുമ്പോ എന്തെന്നെയാ? sp3 തന്നെയാണ്. ഇനി സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചത് വെച്ചുകൊണ്ട് വേഗം എഴുതാം. ഏതാണ് സ്ട്രക്ചർ? 4 0 വരുമ്പോ ടെട്രാഹെഡ്രൽ അല്ലേ? ആണ്. 4 0 വരുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ വരുന്നത് ടെട്രാഹെഡ്രല്. ഓക്കെ, അടുത്തത് XeO3 വരുന്ന സമയത്ത് 3 1 3 വരുന്ന സമയത്ത് ട്രയഗണൽ പിരമിഡൽ. ഓക്കെ, CH4ഉം XeO3യും ചെയ്തത് ക്ലിയർ ആണോ? ഓക്സിജൻ വരുന്ന കേസ് ഓർമ്മയില്ലാണ്ട് പോയി. നിങ്ങൾ ഓർക്കണം കേട്ടോ. ക്ലിയർ ആണോ?
എന്ന് പറഞ്ഞേ. ക്ലിയർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ 2 എക്സാമ്പിളും കൂടി നോക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ കുറച്ച് ഇങ്ങോട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, ഇതേപോലെ നമുക്ക് മറ്റൊന്നും കൂടി വേണമെങ്കിൽ നോക്കാം. ഒരു വേറെ ഏതെങ്കിലും ഒരു ഹൈബ്രിഡൈസേഷൻ വരുന്നത് ഏതെടുക്കും? NF3 നോക്കി നോക്കാം. ഓക്കെ, നോക്ക്. NF3ന്റെ കേസിൽ ആദ്യം എന്ത് ഐഡന്റിഫൈ ചെയ്യണം? സെൻട്രൽ ആറ്റം, അത് നൈട്രജൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ എന്ന് പറയുമ്പോൾ ലിഥിയം, ആ ഓർഡർ ഇങ്ങനെ കയ്യിൽ എണ്ണി നോക്കട്ടെ. സെക്കൻഡ് പീരീഡ് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ. അപ്പൊ 5 വരും. ബാലൻസ് ഇലക്ട്രോൺസ് 5 വരും. ഓക്കെ, 5 വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സറൗണ്ടിങ് ആറ്റം എന്ന് പറയുന്നത് F ആണ്. F 3 വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് സിഗ്മ BP ആയിരുന്നു. സിഗ്മ BP എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ് ആറ്റംസിന് ഈക്വൽ, അപ്പൊ 3. ഓക്കെ, പിന്നെ വരുന്നത് ഏതാ? LP ആണ്. LP എന്ന് പറയുന്നത് ഓക്സിജൻ അല്ലാത്ത സമയത്ത് V-S/2 V5 മൈനസ് S3/2. 5 - 3/2 എന്ന് പറയുമ്പോൾ 1 വരും. ഓക്കെ, ഇനി നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ 3 + 1 4 വരും. 4 വന്നു കഴിഞ്ഞാൽ sp3 ആണ്. 3ഉം 1ഉം വന്നു കഴിഞ്ഞാൽ അത് ട്രയഗണൽ പിരമിഡൽ തന്നെ. ഓക്കെ, ഇതുപോലെ നിങ്ങൾ വേറെ കുറച്ച് എലമെന്റ്സിന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ കോമ്പൗണ്ട്സിൻ്റെത്. ഓക്കെ, കോമ്പൗണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ നോക്കിക്കോ. H2O. H2Oയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, O വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇക്വേഷൻ മാറ്റരുത്. O ആണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം കേട്ടാ. സറൗണ്ടിങ് ആറ്റം വന്നാലാണ് പ്രശ്നം വരുന്നത്. SO3. SO3യിൽ ഓക്സിജൻ സറൗണ്ടിങ് ആറ്റാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ മാറ്റം ഉണ്ടാവും. ഓക്കെ, ദെൻ NH3. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇതിൽ ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാ? ചെയ്ത് നോക്കുക. BF3, അതേപോലെ AlCl3, CCl4, ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടാ. XeFO2. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഹൈബ്രിഡൈസേഷനും സ്ട്രക്ചറും കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് MOT. ഇതിനൊരു 5 പോസ്റ്റുലേറ്റ് ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 5 നല്ലോണം ഓർത്ത് വെക്കുക കേട്ടോ. നോക്കിക്കോ. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്, ഇലക്ട്രോൺസ് എവിടേക്കായിരിക്കും വരിക? മോളിക്യൂൾസിന്റെ, ആറ്റംസിന്റെ കേസിലാണെങ്കിൽ ആറ്റമിക് ഓർബിറ്റലിലേക്കാണ്. മോളിക്യൂളിന്റെ കേസിലാവുമ്പോൾ, അതാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മോളിക്യൂളിന്റെ കേസിലാവുമ്പോൾ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ള എവിടെയായിരിക്കും? മോളിക്കുലാർ ഓർബിറ്റൽസിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ഓഫ് എ മോളിക്യൂൾ ആർ arranged in molecular orbitals. ഓക്കെ, രണ്ടാമത്തേത് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്തിട്ടുള്ളത് എന്ത് കമ്പൈൻ ചെയ്തിട്ടാണ്? ആറ്റം. നമുക്കറിയാലോ, മോളിക്യൂൾ ഫോം ചെയ്തിട്ടുള്ള ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാ. അപ്പൊ മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്തിട്ടുള്ളത് ആറ്റമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പൊ അടുത്തത് മോളിക്കുലാർ ഓർബിറ്റൽസ്
are formed by combination of atomic orbitals. Combination of atomic orbitals. Okay, molecular orbitals are formed by the combination of atomic orbitals. ഇനി മൂന്നാമത്തേത് ആറ്റമിക് ഓർബിറ്റൽ മോണോസെൻട്രിക് ആണ്. ഓക്കെ, പക്ഷെ മോളിക്കുലാർ ഓർബിറ്റൽ എന്താണ്? പോളിസെൻട്രിക് ആണ്. നോക്കിക്കോ, മൂന്നാമത്തേത് വരുന്നത് ആറ്റമിക് ഓർബിറ്റൽസ് ആർ മോണോസെൻട്രിക് while molecular orbitals are polycentric. Okay, നാലാമത്തെ കാര്യം പറയുന്നത് there are two types of molecular orbitals. Types of molecular orbitals. Okay, അതില് ഒന്നാമത്തേത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അതിനെ നമ്മൾ ഇനി ഡിനോട്ട് ചെയ്യുമ്പോൾ BMO എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, രണ്ടാമത്തേത് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അതാ സ്റ്റാർ വെച്ചിട്ട് വരുന്നത്. ഓക്കെ, അതിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ABMO, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോസ്റ്റുലേറ്റ്, അത് സ്റ്റാർ സിഗ്മ സ്റ്റാർ 1s ആ സംഭവം സ്റ്റാർ വരുന്നതാണ് ആന്റി ബോണ്ടിങ് വരുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തേത് എനർജി. ഇവരുടെ രണ്ടുപേരുടെ എനർജി നോക്കുമ്പോൾ ആന്റി ബോണ്ടിങ്ങിനാണ് ബോണ്ടിങ്ങിനേക്കാളും കൂടുതൽ. അപ്പൊ എനർജി ഓഫ് ഷോർട്ട് ആക്കാം, ABMO, ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് ഗ്രേറ്റർ ദാൻ PMO, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഓക്കെ ആണല്ലോ, ഇതൊന്ന് ഓർത്തു വെക്കാം. ഇനി ഇവിടെ നമുക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പറയുന്നില്ലേ ഓഫ് ബൗ പ്രിൻസിപ്പിൾ, ലാസ്റ്റിൽ 3 കാര്യങ്ങൾ പറയുന്നില്ലേ, അതിലുള്ള ഓഫ് ബൗ പ്രിൻസിപ്പിൾ ഇവിടെ ആവശ്യമാണ്. ഓക്കെ, ഓഫ് ബൗ പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് എന്താണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിൽ, അതായത് ഏറ്റവും കുറഞ്ഞതിൽ ആദ്യം പിന്നെ അടുത്തതിൽ ആ രൂപത്തിലായിരിക്കും ഓഫ് ബൗ പ്രിൻസിപ്പിൾ. ഫസ്റ്റ് ഇലക്ട്രോൺ ഫില്ലിങ് എവിടേക്കായിരിക്കും? ലെസ് എനർജി വരുന്ന ഓർബിറ്റലിലേക്കായിരിക്കും. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ സിഗ്മ 1s എന്ന് പറയുന്നത് എപ്പോഴും ലെസ് എനർജി ഉള്ള ഓർബിറ്റൽ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് നമുക്ക് ബോണ്ട് ഓർഡർ അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടാ, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ബോണ്ട് ഓർഡർ വേറെ രൂപത്തിൽ നമുക്ക് അതിന്റെ കറക്റ്റ് ഓർഡർ കിട്ടും എന്നുള്ളത്. അതായത് ഏതാണ് ബോണ്ട് എന്നുള്ളത് ഇപ്പൊ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുമോ? സിംഗിൾ ബോണ്ടാണ്, ഡബിൾ ബോണ്ടാണ്, ഇന്ന കോമ്പൗണ്ടിന്റെ ഇടയിൽ ഇന്ന ബോണ്ടാ വരുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ഓർത്ത് വെക്കാൻ പറ്റൂല. അപ്പോ അതിനൊരു ഈസി മെത്തേഡ് ഞാൻ പറയുന്നുണ്ട്, നോക്കി വെച്ചോളി. ഇലക്ട്രോൺസിന്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, എന്താണ്? ഇലക്ട്രോൺസിന്റെ എണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബോണ്ട് ഓർഡർ കണ്ടെത്താൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ഞാൻ കൊടുക്കുന്നത് ബോണ്ട് ഓർഡർ. ഓക്കെ, സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ടാണോ ട്രിപ്പിൾ ബോണ്ടാണോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കണ്ടെത്താം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 20 മുതൽ 8 വരെ അങ്ങോട്ട് കണ്ടിന്യൂസ്ലി എഴുതി വെക്കാം. 20, 19, 18, 17, 16, 15,
14, 13, 12, 11, 10, 9, 8. 8 വരെ മതി. അത് കഴിഞ്ഞിട്ടുള്ളതിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഓക്കെ, ഇനി ഇതില് നമ്മളുടെ ഓർമ്മ ഉണ്ടാവും മറ്റേ മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവം? നൈട്രജന്റെ അവിടെ എത്തുമ്പോൾ ഒരു സ്റ്റോപ്പ് ഇടും അല്ലെ? അപ് ടു നൈട്രജൻ എന്നുള്ളത് ഒരു കാറ്റഗറിയും അതിൽ കൂടുതൽ വരുന്നത് വേറൊരു കാറ്റഗറിയാണ്. അപ്പൊ നൈട്രജന്റെ കേസിൽ 14 അല്ലേ വരുന്നത്. ഈ 14ന്റെ നേരെ നിങ്ങൾ 3 എന്നുള്ളത് ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ റെഫറൻസ് ചെയ്യുന്നത്. 14 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബോണ്ട് ഓർഡർ 3 ആണ്. ഓക്കെ, അതായത് ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും വരിക എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? 0.5 വെച്ചിട്ട് മേലക്കും താഴേക്കും കുറക്കുക. മേലേക്ക് 0.5 വെച്ചിട്ട് കുറക്കുന്ന സമയത്ത് 2.5 ഇത് 2 ആവും. ഇവിടെ 1.5 ദെൻ ഇത് 1 ആവും. ഇത് 0.5 ദെൻ ഇത് 0 ആവും. ഈ 0.5ഉം 0 ഒക്കെ ഒക്കെ വന്നാൽ എന്താ ബോണ്ട് ഉണ്ടാവുമോ? ഇല്ല. ഒരു ബോണ്ടിന്റെ ആരാന്ന് നമ്മൾ പറയോ? 1.5 ബോണ്ട് എന്ന് പറയോ? അപ്പൊ അത് ഓർക്കട്ടാ. ഈ പോയിന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നൊക്കെ എന്താ ബോണ്ട് ഇല്ലാത്ത കേസാണ്. 0യും ബോണ്ട് ഇല്ല. ഓക്കെ, 0 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ വാല്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി നോക്ക്, ഇങ്ങോട്ടും അതുപോലെ കുറക്കുക. 2.5 ദെൻ 2 നെക്സ്റ്റ് 1.5 ദെൻ 1 അടുത്തത് 0.5 ലാസ്റ്റ് 0. അപ്പൊ ഈ 0.5 വരുന്നതും 0 ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് കാണാം. ഇനി 8ന്റെ താഴെ വന്ന അവിടെ കുറച്ച് പ്രത്യേകത ഉണ്ട്. 8ന്റെ താഴെയുള്ള ഓഡ് നമ്പേഴ്സ് നോക്കുക. ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? 1 ഇലക്ട്രോണ്, പിന്നെ 3 ഇലക്ട്രോണ് വരാം, 5 ഇലക്ട്രോണ് വരാം, 7 വരാം. ഇതാണ് 8ന്റെ താഴെ വരുന്ന ഓഡ് നമ്പേഴ്സ്. ഇതിന്റെ ബോണ്ട് ഓർഡർ 0.5 ആണ്. ഓക്കെ, ഇനി ഈവൺ നമ്പേഴ്സില് 2, 6 വന്നു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ 1 ആണ്. പക്ഷേ 4 വന്നു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ 0 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തു വെക്കുക. ഇത് ഓർത്തു വെച്ചാൽ ഒരു കോമ്പൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡർ എന്താണ്? ബോണ്ട് ഓർഡർ അറിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അറിയാം. ബോണ്ട് ലെങ്ത് അറിയാൻ പറ്റും, സ്റ്റെബിലിറ്റി അറിയാൻ പറ്റും, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിന്റെ ഓർഡർ കിട്ടും അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ വരുമ്പോ ഈ ബോണ്ട് ഓർഡർ നിർബന്ധമാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. എക്സാമ്പിൾസ് ഇവിടെ നോക്കിയാൽ ശരിയാവില്ല. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം കേട്ടോ. എക്സാമ്പിൾ ഇനി നമുക്ക് അതിന്റെ ആ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. എക്സാമ്പിൾ വരുന്നത് നോക്ക്. ഇപ്പോ ഞാനൊരു N2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൈട്രജനിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? 7. N2 ആവുമ്പോൾ നമുക്ക് എത്ര? 7ന്റെ ഡബിൾ പറയുമ്പോൾ 14 ഇലക്ട്രോൺ വരും. 14 വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബോണ്ട് ഓർഡർ എത്രയാ? 3 ആണ് അല്ലെ? 14 വരുമ്പോൾ ബോണ്ട് ഓർഡർ 3 ആണ് വരുന്നത്. അപ്പൊ ബോണ്ട് ഓർഡർ 3 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്തു. കണ്ടോ? ഓക്കെ, വേണമെങ്കിൽ C2 കാർബണിൽ എന്താണ് വരുന്നത്? 6 ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പോ C2 എന്ന് പറയുമ്പോൾ ടോട്ടലി 12 ഇലക്ട്രോൺസ് ആയി. 12 എന്ന് പറയുമ്പോൾ നോക്കി 12 എന്ന് പറയുമ്പോൾ എത്രയാ? 2 ആണ് വരുന്നത്. ഓക്കെ, 12 എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോണ്ട് ഓർഡർ എന്താ വരുന്നത്? 2 ആണ്. അപ്പൊ 2 വരുന്ന സമയത്ത് കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഇവിടെ നിന്ന് ബോണ്ട് ഓർഡർ 0 ഒക്കെ വരണ ഏതെങ്കിലും ഒരു കേസ് പറഞ്ഞേ. ഫോറിൽ ബോണ്ട് ഓർഡർ 0 അല്ലേ? അപ്പൊ നമുക്ക് ഹീലിയം നോക്കാം. He2 എന്ന് പറയുമ്പോൾ ആറ്റമിക് നമ്പർ 2 ആണ് വരുന്നത്. സോ ടോട്ടലി 4 ഇലക്ട്രോൺ ആയി.
4 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ 0 ആണ്. അതായത് ഇങ്ങനൊരു സാധനം നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ വരുന്ന മറ്റൊരു കേസാണ് B2. B2 എന്ന് പറയുമ്പോൾ ബോറോണ്ടത് 4 ആണ് വരുന്നത്. അപ്പോ ഡബിൾ ആവുമ്പോ 8 ഇലക്ട്രോൺ. 8 ആയാലും ലാസ്റ്റിലല്ലേ, അപ്പൊ ബോണ്ട് ഓർഡർ 0 ആണ് വരിക, നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ബോണ്ട് ഓർഡർ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ അല്ലെ. ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി പറഞ്ഞു, ബോണ്ട് ലെങ്ത് പറഞ്ഞു, അതേപോലെ സ്റ്റെബിലിറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് അതിന്റെ കോൺഫിഗറേഷനും അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്ട് ഇൻഷാല്ലാ അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ഇപ്പൊ എടുത്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആണോ എന്നുള്ളതൊന്ന് പറഞ്ഞേ വേഗം. ഇന്ന് തന്നെ ഉണ്ട് നെക്സ്റ്റ് സെഷൻ കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ഈ നോട്ട് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തുതരാം. കാരണം അടുത്ത സെഷൻ ആകുമ്പോഴത്തേന് അഥവാ ഏതേലും മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാലോ നിങ്ങൾക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ശരി, എന്നാ ലീവ് ആയിക്കോട്ടോ.